കേരള സർവകലാശാലയിലെ അധികാര സംഘർഷം മൂർച്ഛിച്ചു. സസ്പെൻഷനിലിരിക്കെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്ത രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ നീക്കി VC. പ്ലാനിംഗ് ഡയറക്ടർ മിനി കാപ്പനും ഹേമ ആനന്ദിനും ചുമതലകൾ. വിശദീകരണം നൽകാതെ അവധിയെടുത്ത് ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാർ. സിൻഡിക്കേറ്റ് യോഗത്തിൽ സംഭവിച്ചത് എന്തെല്ലാമെന്ന് VCയുടെ റിപ്പോർട്ട് തേടി ഗവർണർ രാജേന്ദ്ര അർലേക്കർ. പഞ്ചായത്തിന്റെ അനുമതി നേടാതെയും നടപടിക്രമങ്ങൾ പാലിക്കാതെയും എരുമേലിയിലെ വാപുര ക്ഷേത്ര നിർമ്മാണം തുടങ്ങരുതെന്ന് ഹൈക്കോടതി. ഹർജി തീർപ്പാക്കി. ക്ഷേത്രം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തി ന്യൂസ് 18 വാർത്താ സംഘം. നിലവിൽ ബാലാലയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരു ചെറിയൊരു ഫലത്തിൽ ഒരു പ്രതിഷ്ഠയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. പക്ഷെ ആ ഭാഗം ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജിക്കായി നാടെങ്ങും പ്രതിപക്ഷ BJP പ്രതിഷേധം തുടരുന്നു. പലയിടത്തും മാർച്ചിൽ സംഘർഷം. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് മാർച്ചിനിടെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പരിക്ക്. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി മഹിളാ കോൺഗ്രസ്. വീണ ജോർജിന് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയെന്ന് മുരളീധരൻ. ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെയുണ്ട്, ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട്. ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും. സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ്സുകൾ ഓടില്ല. പണിമുടക്ക് ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ച ഫലം കാണാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥി കൺസെഷൻ മിനിമം 5 രൂപയാക്കണമെന്നും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകൾ ഉടൻ പുതുക്കണമെന്നും ഉടമകൾ. തീരുമാനം ഉടൻ ഉണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരം. കോഴിക്കോട്ട് സുന്നത്ത് കർമ്മത്തിനായി അനസ്തീഷ്യ കൊടുക്കുന്നതിനിടെ മരിച്ചത് പ്രായം തികയാതെ ജനിച്ച കുഞ്ഞ്. സ്ഥിരീകരിച്ച കാക്കൂരിലെ സഹകരണ ക്ലിനിക്ക്. കുഞ്ഞിനെ കൊണ്ടുവന്നത് ഇക്കാര്യം മറച്ചുവെച്ചെന്നും വിശദീകരണം. പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുന്നു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ഉറച്ച പിന്തുണയുമായി ബ്രിക്സ് രാജ്യങ്ങൾ. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഉച്ചകോടിയിൽ സംയുക്ത പ്രമേയം. പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി മോദി.